ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ പൂ കെട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും വന്ന് ഇരിക്കുക കേട്ടോ. നമ്മുടെ സച്ചിൻ, രേവതിയും എല്ലാവരും ഉണ്ട്, വർഷയും എല്ലാവരും ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ പൂ കെട്ടുന്ന ആളുകളും ഉണ്ട്. അപ്പം നമ്മുടെ ചന്ദ്രാമ്മയ്ക്ക് ഇവർ എല്ലാവരും കൂടെ വന്നിരിക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഒരു മലയും കൂടെ കെട്ടിക്കഴിഞ്ഞു കേട്ടോ. അന്നത്തേക്കും നമ്മുടെ രേവതി ഒരു മലയും കൂടെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കൗണ്ട് ആക്കുക എന്ന് പറയും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ലിസ്റ്റൊക്കെ എഴുതി നമ്പർ ആഡ് ചെയ്യുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ സജിക്ക് കോള് വരുന്നുണ്ട് കേട്ടോ. എടാ അലമ്പ, നീ എന്താ ഇപ്പോൾ വിളിച്ചെന്ന് ചോദിക്കുക. ഇന്നത്തെ ദിവസം സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റുമോ? നാളത്തെ കല്യാണമല്ലേ, എങ്ങനെയായി പൂവൊക്കെ കെട്ടിക്കഴിയാറായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സച്ചിയുടെ അടുത്ത്. എടാ ഭയങ്കര ടെൻഷനാണ്, നീ മാല കെട്ടി തീരാറായോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അന്നത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ നിന്നിട്ട് പറയും, ഒരു ടെൻഷനും വേണ്ട, നമ്മുടെ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കിനും 500 മാലയും കെട്ടിത്തീരും, നീ ടെൻഷനൊന്നും അടിക്കണ്ട എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്. എൻ്റെ ഭാര്യ ഒരു ടീമിനെ ഇറക്കിയിട്ടുണ്ട്. അവിടെ രേവതിയും അവരൊക്കെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ രേവതിയുടെ അനിയത്തി പറയാം, ചേച്ചിയെ പറ്റി പറയുന്നത് കേട്ടോന്ന് ചോദിക്കുക. അപ്പം രേവതി പറയുകയാണ്, എന്നെപ്പറ്റി അല്ലാതെ വേറെ ആരെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാല തകൃതിയിൽ കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ നിന്നെ പറ്റിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, പറയുന്നതിൽ നേരത്തെ തന്നെ ഓഡിറ്റോറിയൽ പൂ എത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാശ് അദ്ദേഹം തരും എന്നൊക്കെ പറയുക. എന്നത്തേക്കിനും നമ്മുടെ സച്ചി പറയുക, അതൊന്നും ടെൻഷൻ അടിക്കണ്ട, നാളെ രാവിലെ തന്നെ മാല മുഴുവൻ അവിടെ എത്തും എന്ന് പറയുക കേട്ടോ. ഞാൻ നിന്നെ രാവിലെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഫോൺ കട്ട് ചെയ്യാണ്. ശരിയടാന്ന് പറയുന്നുണ്ട്. നേരത്തേക്കിന് അമ്മ അവിടെ നിന്ന് പറയുവാണ്, ഇതിപ്പോഴെങ്കിലും തീരുന്നൊന്നും തോന്നില്ല, ഇത് കഴിഞ്ഞിട്ടൊട്ട് കിടക്കാനും പറ്റത്തില്ല എന്ന് പറയുക. നേരത്തേക്ക് നമ്മൾ ശ്രുതിയും പറയും കേട്ടോ, എനിക്ക് ഉറക്കാൻ വരുന്നു, ഇനിയിപ്പോൾ പോയി കിടന്നാലും ഇവരുടെ സംസാരം കൊണ്ടിട്ട് ഉറങ്ങാനും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. 500 മാലയുണ്ട്, ഈ 500 മാലയൊന്നും കൊടുക്കാനായിട്ട് ഇവരെ കൊണ്ട് പറ്റത്തില്ലെന്നും പറഞ്ഞാൽ അമ്മ വായൊക്കെ പൊളിക്കുവാണ്. എന്നിട്ട് ശ്രുതിയോട് പറയുക, മക്കൾ പോയി കിടക്കും മക്കളെ എന്ന് പറയും കേട്ടോ. പിന്നീട് നമ്മുടെ അമ്മ വർഷനെയും ശ്രീകാന്തിനെയും വിളിക്കുക, എന്തിനാ ഉറക്കളിച്ചിരിക്കുന്നത്, പോയി കിടന്ന് ഉറങ്ങാനൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയുക, ഇവരിവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് പോയി കിടന്ന് ഉറങ്ങുന്ന ആൻറ്റി എന്നൊക്കെ പറയുക. ഇവർക്കൊപ്പം ഇവിടെ ഇരിക്കാൻ നല്ല രസമാണെന്നും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയുന്നുണ്ട്, എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ വർക്ക് തീരുന്നിടം വരെ ഞാനിവിടെ ഇരിക്കാം എന്നൊക്കെ പറയും കേട്ടോ. അന്നത്തേക്കും നമ്മുടെ അമ്മ പറയുന്നുണ്ട്, വർഷേ ഇത് നേരം വെളുത്താലും തീരത്തില്ല എൻ്റെ മോളെ വർഷ എന്നൊക്കെ പറയുന്നുണ്ട്. നാളെ ഇവർക്ക് 500 മാലയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുക. അന്നത്തേക്കിനും സച്ചി പറയാം, കേട്ടോ അച്ഛാ, അമ്മ പറയുന്ന കേട്ടില്ല, നിരുത്സാഹപ്പെടുത്താതെ എണീച്ച് പോകാനായിട്ട് പറയാനൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ചന്ദ്ര നീ ഒന്നും മിണ്ടാതിരിക്കുക എന്നിങ്ങനെ അച്ഛനും പറയുവേ. ഇവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിരുത്സാഹപ്പെടുത്താതിരുന്നോടെ എന്നൊക്കെ ചോദിക്കുവേ. വലിയ പൂക്കടക്കാർക്ക് പോലും കൂടെ 500 മാല കെട്ടിക്കൊടുക്കാൻ പറ്റത്തില്ല, പിന്നെയല്ലേ ഇവർക്ക് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയുവേ, ആൻറ്റി ഇങ്ങനെയൊന്നും പറയല്ലേ, ഇങ്ങനെയൊക്കെ ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കെട്ടി തീർക്കാൻ പറ്റത്തില്ല, ഇവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്, പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് അതെല്ലാം കെട്ടി തീർക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിലും അതുപോലെ പ്രവൃത്തിയിലും വിശ്വാസമുണ്ട്, നാളെ രാവിലത്തേക്ക് 500 മാല എങ്ങനെയും കെട്ടിക്കഴിയുമെന്നിങ്ങനെ രേവതി പറയാം. അപ്പം നമ്മുടെ എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. കല്യാണ മുഹൂർത്തത്തിന് മുന്നേ ഓഡിറ്റോറിയത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പറയുക. അന്നത്തേക്ക് അച്ഛൻ പറയുന്നുണ്ട്, ചന്ദ്രൻ നീ എവിടെയെങ്കിലും പോയി കിടന്നു ഉറങ്ങിയെന്നായിട്ട് സമാധാനം ഉണ്ടാവുമെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും വർഷം ഇങ്ങനെ എനിക്ക് എന്നിട്ട് ശ്രീകാന്തിനോട് പറയാം, ശ്രീകാന്തെ ഇവരെല്ലാവരും ഇരുന്ന് പണി ചെയ്യുമല്ലോ, ചോറിട്ടിട്ടും കുറേ നേരമായല്ലോ, അപ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്നാലോ എന്നിങ്ങനെ ചോദിക്കുക. അന്നത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറയും, നമുക്കെന്നാൽ കുൾഫി മേടിച്ചാലോ എന്ന് പറയുക. അപ്പോഴത്തേക്കും അമ്മ ചോദിക്കുന്നുണ്ട്, ഈ സമയത്ത് ഏത് കട തുറക്കാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ എങ്ങാനും പോയി കിടന്ന് ഉറങ്ങാൻ പറയുക. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ പകലും രാത്രി പോലെ തന്നെയാണ്, അല്ലെങ്കിൽ രാത്രിയും പകലും പോലെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടേക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ എന്താണെങ്കിലും ഞാൻ പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് റെഡി ആവുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുവേ, നമുക്ക് എനിക്ക് ഉറക്കം വരുന്നു, നമുക്ക് പോയി കിടക്കാമെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനെ പറയുകയാണ്, അവർ ഏതെങ്കിലും കുൽഫി മേടിക്കാൻ പോയതല്ല, അവർ വന്നിട്ട് പോയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നമുക്ക് പോയി കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയാണേ. എന്നിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ എണീച്ചിരിക്കുക കേട്ടോ. കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. അന്നേരം ശ്രുതി ഇങ്ങനെ മേൽപോട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ കിടക്കുവാണേ. നമ്മുടെ ശ്രുതി ചോദിക്കുക, ശ്രുതി എന്താ കിടക്കാത്തതെന്ന് ചോദിക്കുക. അല്ല, ശ്രീകാന്തും വർഷയും കുൾഫി മേടിക്കാൻ പോയിരിക്കുകയല്ലേ, അപ്പോൾ അത് വന്നിട്ട് കഴിച്ചിട്ട് കിടന്നാൽ മതിയില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് പിന്നെ പേടിച്ചിട്ട് ശ്രുതി ഇങ്ങനെ കിടക്കുവേ. എന്നിട്ട് പിന്നെ ശ്രുതി പറയുകയാണെ, എല്ലാവരും അവിടെ ഉണ്ട് ശ്രുതി, അപ്പോൾ നമ്മൾ മാത്രം കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എന്തെങ്കിലും പറയുമെന്ന് ചോദിക്കുവേ.
അപ്പോഴത്തേക്കിനും അപ്പുറത്തുനിന്ന് ചിരിയും കളിയൊക്കെ കേൾക്കും കേട്ടോ. അവർ കണ്ടല്ലേ ചിരിച്ചും കളിച്ചും ഒക്കെയാണ് മാല കെട്ടുന്നതെന്നൊക്കെ പറയുക. കണ്ടോ കേട്ടോ കേട്ടോ അവർ ചിരിച്ചും കളിച്ചും ഒക്കെയല്ലേ മാല കെട്ടുന്നത്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ പറയും കേട്ടോ. പെട്ടെന്നാണ് കുൾഫി 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 വന്നു കുൾഫി എന്നൊക്കെ പറയുന്ന സൗണ്ട് കേൾക്കുന്നത്. അതാ കുൾഫി വന്നു, നമുക്കും പോകാം അല്ലേന്ന് പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയും പോകാൻ പോകാം, ഇല്ലെങ്കിൽ നമുക്കും കിട്ടത്തില്ലെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അമ്മ എനിക്കും ഉണ്ട് കുൽഫിക്ക് ആളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ എണീച്ച് ഓടുവേ. അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് പോയില്ലെങ്കിൽ എനിക്കും കിട്ടില്ല, പോയേക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രുതിയും പോകുന്നത്. എന്നിട്ട് ശ്രീകാന്ത് ഇങ്ങനെ എല്ലാവർക്കും കുൽഫി ഓരോന്നോരോന്നായിട്ട് എടുത്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തീർന്നു പോകുമെന്നുള്ളൊരു പേടിയിൽ അമ്മ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് രാത്രിയിൽ കുൽഫി കഴിക്കാൻ പാടില്ല, ജലദോഷം വരും എന്നൊക്കെ പറയുക. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് കുൽഫി വേണ്ടെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും അമ്മ പറയുന്നുണ്ട് അതൊക്കെയാലും മേടിച്ചുകൊണ്ട് വന്നതല്ലേ, ഇനി കളയണ്ട, നീ തന്നാൽ കഴിക്കാമെന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്തും കൂടെ മുഖത്തോട്ട് മുഖം നോക്കിയിട്ട് ചിരിക്കും കേട്ടോ. എന്നിട്ട് ശ്രീകാന്ത് ഒരെണ്ണം കൊണ്ടേ അമ്മയ്ക്ക് കൊടുക്കുകയെ. എന്നിട്ട് പറയുന്നുണ്ട് രാത്രിയിൽ ഇത് കഴിച്ചിട്ട് ജലദോഷം വന്നു എന്ന് പിന്നെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് എന്നെ ഒന്നും പറഞ്ഞേക്കല്ലെന്ന് പറയും കേട്ടോ. അന്നത്തേക്കിനും പിന്നെ നമ്മുടെ രേവതിയുടെ അനിയത്തി ഒരു കുൾഫി എടുത്ത് നമ്മുടെ രേവതിക്ക് കൊടുക്കുവേ. അച്ഛനും എല്ലാവരും ഇന്ന് കുൾഫി കഴിക്കുക കേട്ടോ, സച്ചിയൊക്കെ. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് വേണ്ട, നീ കഴിച്ചോ പ്രിയ എന്നൊക്കെ പറയുവേ. എന്നിട്ട് എനിക്ക് ഇതും കൂടെ കഴിച്ചുകൊണ്ടിരിക്കാനൊന്നും സമയമില്ല, ഇതൊക്കെ കെട്ടി തീർക്കണ്ടേ, നാളെ രാവിലെ ആകുമ്പോഴത്തേക്കിനും കെട്ടി കഴിയണ്ടേന്നൊക്കെ ചോദിക്കുവേ. അപ്പോൾ നമ്മുടെ ദേവ് പറയേ ഇത് എനിക്ക് രണ്ടെണ്ണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ രേവതി വീണ്ടും പറയും എത്രയും പെട്ടെന്ന് തന്നെ അത് കെട്ടി കൊടുക്കേണ്ടതല്ലേ മാലയൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി ഇതെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും സച്ചി ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുമാണ് അയ്യോ അപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ സച്ചിയും വിചാരിക്കുന്നുണ്ട്. കുൽഫി കഴിച്ചിട്ട് മാല കെട്ടിയ മതി മോളെ എന്നിങ്ങനെ അച്ഛനും പറയുക. അന്നേരത്തേക്ക് നമ്മുടെ രേവതി പറയുന്നുണ്ട് 2 കൈ കൊണ്ടും വേണം മാല കെട്ടാനായിട്ട്, അപ്പോൾ പിന്നെ എങ്ങനെ മാല കെട്ടാനാണെന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും എല്ലാവരും ഇങ്ങനെ കുൽഫി കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് പറയാം സച്ചിയുടെ ഒരു കൈ വെറുതെ ഇരിക്കുകയല്ലേ. അപ്പോഴത്തേക്കിനും സച്ചി പറയും ഞാൻ കുൽഫി കഴിക്കല്ലേന്ന് ചോദിക്കുക. ഒരു കൈ കൊണ്ടല്ലേ കഴിക്കുന്നത്, ഇന്നൊരു കൈ ഉണ്ടല്ലോ എന്നൊക്കെ പറയും കേട്ടോ. നീ കൊടുത്തു കഴിഞ്ഞാൽ രേവതിയുടെ മാല കെട്ടലും നടക്കും, കുൽഫിയും കഴിക്കലും നടക്കും, രണ്ടും ഒരേ സമയത്ത് നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ഇന്നൊരാൾ പറയേ സച്ചിയുടെ ഒരു നാണം കണ്ടില്ലേന്ന് ചോദിക്കുക. എനിക്കോ നാണോ, എനിക്കൊരു നാണോ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ കുൽഫി എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് കുൽഫിയൊക്കെ എടുത്തിട്ട് പൊളിച്ചിട്ട് നമ്മുടെ രേവതിയുടെ വാരിങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. ഇന്നാന്ന് പറയുക. അന്നത്തേക്കിനും ബാക്കി എല്ലാവരും പറയുക ഭർത്താവ് തരുന്നതല്ലേ കഴിച്ചോളാൻ പറയും കേട്ടോ. രേവതിക്ക് അപ്പുറം നാണമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ സച്ചിയും പറയുക എന്നാ കഴിക്കുമെന്ന് പറയും കേട്ടോ. എന്നിട്ടിങ്ങനെ അങ്ങനെയാണ് പിന്നെ വായിലൊക്കെ വെക്കുന്നത്. എന്നിട്ട് വീണ്ടും വീണ്ടും രേവതിക്ക് ഇങ്ങനെ സച്ചി കുൽഫി വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ബാക്കി എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അമ്മ കുൽഫി കഴിക്കാതെ വീണ്ടും വീണ്ടും അത് സെറ്റിലോട്ട് വെക്കുവാണ് എടുത്ത് നോക്കിയിട്ട്. എന്നിട്ട് കഴിച്ചതിൻ്റെ ബാക്കി കുൽഫി അങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ രേവതിക്ക് കൊടുക്കുമ്പോഴത്തേക്കിനും മതി എന്നൊക്കെ പറയുവേ. അപ്പോഴത്തേക്കിനും സച്ചി ഇങ്ങനെ വീണ്ടും കൊടുക്കും കേട്ടോ. എന്നിട്ട് വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും സച്ചി ബാക്കിയുള്ളത് സച്ചി കഴിക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും കൂടി എണീറ്റ് വരും കേട്ടോ. അന്നത്തേക്കിനും എനിക്കും വേണം കുൽഫി, എനിക്കും താടാന്ന് ഇങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കിനും ഒന്ന് താടാന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനാണ് നമ്മുടെ ശ്രുതി വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിനും 2 വേണം പറയും കേട്ടോ. അങ്ങനെ 2 കുൽഫി കൊടുക്കുവേ. എന്നിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇതിനൊരു ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിലിരിക്കുന്ന കുൽഫിയും കൂടെ മേടിച്ച് കൈ പിടിക്കും കേട്ടോ. എന്നിട്ട് ശ്രുതിയോട് മേടിച്ചിട്ട് 2-3 വായി കഴിക്കും കേട്ടോ. ഇതിന് വല്ലാത്ത പൊളിപ്പാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ട്. മറ്റേതാണ് മുഴുവൻ ശ്രുതിയുടെയാണ് മുഴുവൻ കഴിക്കുന്നത്. അപ്പം ബാക്കി എല്ലാവരും ഇത് കണ്ടിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി പറയും ഓവറാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അതിങ്ങ് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ മേടിച്ചുകൊണ്ട് പോവേ. അതിനുശേഷം ശ്രുതി തൻ്റെ കയ്യിലിരിക്കുന്ന കുൽഫിയൊക്കെ എടുത്തങ്ങ് കഴിക്കും കേട്ടോ. എന്നാൽ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് കൊഞ്ചി കുഴയാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചിയൊക്കെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. പെട്ടെന്ന് ചാടി എണീക്കുന്നുണ്ട് ഉറക്കത്തിൽ നിന്ന്. മാല 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 എന്ന് പറഞ്ഞിട്ട് എന്താ സച്ചിയുടെ ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല ഞാൻ സ്വപ്നം കണ്ടതായിരുന്നു, ഇത് മാല കെട്ടി തീർന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടെന്നൊക്കെ പറയുവേ. നോക്കുമ്പോഴത്തേക്കിനും രേവതി മാത്രം ഇരുന്ന് മാല കെട്ടുവാണേ. പിന്നീട് ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങുക കേട്ടോ. അപ്പോഴത്തേക്കിനും രേവതി ഇങ്ങനെ തന്നെ ഇരുന്ന് മാല കെട്ടുന്ന കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് സങ്കടം വന്നിട്ട് സച്ചി നമ്മുടെ കിച്ചണിൽ പോയിട്ട് ചായപാത്രമൊക്കെ എടുത്ത് ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണേ. എന്നിട്ട് 2 കൂടെ ഇട്ട് കുടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഫുൾ ടൈം ഇരുന്ന് മാല കെട്ടി രാവിലെ ആകുമ്പോഴത്തേക്കിനും മാലയൊക്കെ കെട്ടി തീർന്ന് നമ്മുടെ പൂവൊക്കെ എടുത്തിട്ട് പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അതിമനോഹരമായൊരു എപ്പിസോഡാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്